അസ്സലാമലൈക്കും. ഇന്ന് മിച്ചം വരുന്ന ചോറ് കൊണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പൊറോട്ട, ഇത് സോഫ്റ്റായിട്ട് മുട്ടയൊന്നും ഇടാത്ത നല്ലൊരു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 ഗ്ലാസ് വാട്ടർ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് വരണം. ഇതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ചോറിന് 4 ഗ്ലാസ് മൈദ മാവ് എടുത്ത് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പേസ്റ്റും കൂടെ അതിനകത്താക്കിയിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. ഇനി ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ചോറിൻ്റെ അരച്ചതിനകത്ത് നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ള കാരണം അത് മതി കംപ്ലീറ്റ് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്കതെടുത്ത് പരത്താം. അപ്പം ഇത് പരത്തിയതിന് ശേഷം കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മൈദാമാവും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി 4ആയിട്ട് മടക്കിയിട്ട് വീണ്ടും പരത്തണം. ശരിക്കും നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പറാത്ത പോലെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ പരത്തി മടക്കിയിട്ട് ചുടത്തല്ലേ, അതുപോലെ തന്നെ ഈ മാവും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല, മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല, അതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ളത് കിട്ടും. പിന്നെ അതുപോലെ മിച്ചം വരുന്ന ചോറെടുത്ത് പിറ്റേ ദിവസം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് പിന്നെ 2 ദിവസം കഴിഞ്ഞ് എടുത്ത് കളയുന്ന അങ്ങനത്തെ ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുത്താൽ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി മൈദമാവ് മാത്രം ഇട്ട് നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിക്കഴിയുമ്പം റബ്ബർ ഷീറ്റ് പോലെ ഇരിക്കും കഴിക്കാൻ. ഇതാകുമ്പോൾ അങ്ങനത്തെ ഇല്ല, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണിത്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് കാണിക്കുന്ന പോലെ മടക്കിയിട്ട് വീണ്ടും പരത്തണം. വീണ്ടും പരത്തിയിട്ട് അപ്പം ഇതെല്ലാം ഓരോന്ന് ബോളും ആക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് സെപ്പറേറ്റ് ഓരോന്നെടുത്തിട്ട് നല്ലതായിട്ട് പരത്താം. ഇത് പരത്തിയിട്ട് കല്ലിട്ട് ചുട്ടെടുക്കാം. അപ്പം ഈ സംഭവം വെച്ചാൽ എനിക്ക് ഭയങ്കര യൂസായിട്ട് തോന്നി. കാരണം നമുക്ക് ചോറ് നമ്മുടെ അടുത്ത് മിക്കവാറും കാണും, അതൊന്ന് അരച്ചെടുക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് പിള്ളേർക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ചപ്പാത്തിയും ഒക്കെ കഴിച്ചതായിരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കഴിക്കാനും. അത്ര ഓയിൽ വേണ്ട, പൊറോട്ടയൊക്കെ നല്ല ഓയിൽ ഒഴിക്കണ്ട. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഭയങ്കര സോഫ്റ്റാണത് ഉണ്ടാക്കി കഴിക്കാനായിട്ട്, നല്ല ലെയറായിട്ട് കിട്ടും. ഇത് ഞാനൊരു കുക്കിംഗ് ചാനലിൽ കണ്ട് ട്രൈ ചെയ്ത റെസിപ്പിയാണ്. അപ്പം കണ്ടപ്പോൾ ഫസ്റ്റ് ഈ റൈസൊക്കെ ആകുമ്പം ശരിയാവുമെന്ന് ഡൗട്ടായിരുന്നു, പക്ഷേ ഉണ്ടാക്കിയപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും, ചിക്കൻ റോസ്റ്റോ എന്തിൻ്റെ മുട്ടക്കറി ഇതിൻ്റെ കൂടെ